നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ പെട്ടെന്ന് ഹാങ് ആയി പോകുക അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റോറേജ് പെട്ടെന്ന് തന്നെ ഫുള്ളായി പോകുന്ന അവസ്ഥ പല ആളുകൾക്കും അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ മൊബൈലിൽ നിന്നും പരിഹരിക്കാൻ സാധിക്കും. ഇതിനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. പുതിയ മൊബൈലുകളൊക്കെ നമുക്കറിയാം ഗൂഗിളിൻ്റെ തന്നെ ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാകും. ഇതാണ് ആപ്ലിക്കേഷൻ. നിങ്ങൾക്കറിയാം ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാ മൊബൈലും ഇൻബിൽട്ടായിട്ട് ഇപ്പോൾ പുതിയ മൊബൈലുകളൊക്കെ ഉണ്ട്. എന്നാൽ അത് ഇല്ലാത്ത പഴയ മൊബൈലാണെങ്കിൽ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനും സാധിക്കും. ഗൂഗിളിൻ്റെ തന്നെ ഫയൽ ബൈ ഗൂഗിൾ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇതാണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷനിലൂടെ എങ്ങനെയാണ് ഇതൊക്കെ പരിഹരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ഇൻ്റർഫേസ്. താഴെ നിങ്ങൾക്ക് 3 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ക്ലീൻ എന്നും ബ്രൗസ് എന്നും നെർബി ഷെയർ എന്നും നിങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ക്ലീൻ എന്ന ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ സ്റ്റോറേജൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇൻറ്റേർണൽ സ്റ്റോറേജ്, അതുപോലെ തന്നെ SD കാർഡ് ഉപയോഗിക്കുന്നതാണെങ്കിൽ SD കാർഡിൻ്റെ സ്റ്റോറേജ് എത്രത്തോളം ബാലൻസ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഡിലേറ്റ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന ഒരു ഓപ്ഷൻ. അതായത് നിങ്ങളുടെ മൊബൈലിൽ എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഇത് ക്ലീൻ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഒരുപാട് തവണ ഇത് യൂസ് ചെയ്തതാണെങ്കിൽ ജങ്ക് ഫയൽ ക്ലീൻ ചെയ്യുന്ന ഒരു ഓപ്ഷനും കൂടി ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. ഞാനിവിടെ അത് ക്ലീൻ ചെയ്തതാണ്, അതുകൊണ്ട് എനിക്കിവിടെ കാണുന്നില്ല. ഇവിടെ ഡിലേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന ഭാഗത്ത് നിങ്ങൾക്കിവിടെ സെലക്ട് ഫയൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൊബൈലിൽ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഫയലുകളാണ്. ഞാനിവിടെ ഓൾ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ എന്ന ഭാഗത്ത് ഞാൻ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ മാത്രം ഇവിടെ സെലക്ട് ആയിട്ടുണ്ടാവും. നമുക്ക് മൂവ് ടു ഫയൽ ടു ബിൻ എന്ന ആ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇതിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ഇവിടെ നിന്ന് ക്ലീൻ ആയിട്ടുണ്ട്. അതിനുശേഷം ഡിലേറ്റ് ഓൾഡ് സ്ക്രീൻഷോട്ട്സ് എന്ന ഭാഗം, അതായത് നിങ്ങളുടെ മൊബൈലിൽ ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾ എടുത്തിട്ടുണ്ടാകും. അതായത് കുറേ മുന്നേ ഒരുപാട് പഴയ സ്ക്രീൻഷോട്ടുകളൊക്കെ ഉണ്ടാകും. അത് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്തിട്ട് ആവശ്യമില്ലാത്തതൊക്കെ നിങ്ങൾക്കിവിടെ നിന്ന് സെലക്ട് ചെയ്ത് ഡിലേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങൾ കാണാൻ സാധിക്കും ഡിലേറ്റ് അൺയൂസ്ഡ് ആപ്സ് എന്ന്. അതായത് നിങ്ങൾ മൊബൈൽ ഉപയോഗിച്ചിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഒരു തവണ ഉപയോഗിച്ചിട്ട് നിങ്ങൾ വീണ്ടും ആ മൊബൈലിൽ നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷൻ സൂക്ഷിക്കുന്നുണ്ടാകും. അതൊക്കെ അൺയൂസ്ഡ് ആപ്സ് എന്ന ഭാഗത്ത്, അതായത് നിങ്ങൾ യൂസ് ചെയ്യാതെ ഒരു സ്ഥലത്ത് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാകും. പക്ഷേ നിങ്ങളുടെ സ്റ്റോറേജിന് അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ അതൊക്കെ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്യും. നമുക്ക് അവിടെ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം. സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത്രയും ആപ്ലിക്കേഷൻസുകൾ ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല, വെറുതെ ഇൻസ്റ്റാൾ ചെയ്ത് ഞാനിവിടെ സൂക്ഷിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മൾ അതൊക്കെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്റ്റോറേജ് ഒരുപാട് നമുക്ക് ലാഭിക്കാൻ സാധിക്കും. തൊട്ട് താഴെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഡിലേറ്റ് ലാർജ് ഫയൽസ് എന്ന ഒരു ഓപ്ഷൻ. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ വീഡിയോസും ഓഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസും ഒക്കെ ലാർജ് ഫയലായിട്ട്, അതായത് ഏറ്റവും കൂടുതൽ MB കൂടുതലുള്ള ഫയലുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. ഒരുപാട് MBകൾ നിങ്ങൾക്കിവിടെ ലാഭിക്കാൻ സാധിക്കും. നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് താഴെയായിട്ട് ഡിലേറ്റ് സ്ക്രീൻഷോട്ട്സ് മീഡിയ എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് ഏതെങ്കിലും മീഡിയയിൽ നിന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വേറെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം വെച്ചാൽ മതി. ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്നും സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾ ഡിലേറ്റ് കൊടുക്കുക. ഇനി തൊട്ട് താഴെ നിങ്ങൾ കാണാൻ സാധിക്കും ഡിലേറ്റ് ഡൗൺലോഡ്സ് ഫയൽസ് എന്ന ഒരു ഓപ്ഷൻ. അവിടെ നിന്നും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച എന്തെങ്കിലും ഫയൽ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഏതെങ്കിലും സൈറ്റിൽ നിന്നും പല ലിങ്ക് വഴിയും നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള എല്ലാ ഫയലുകളും ഈ ഒരു ഡൗൺലോഡ് ഫയൽസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫയലുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഫയലുകളും ഒക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്നും കാണാൻ സാധിക്കും. ആവശ്യമുള്ളത് വെച്ചിട്ട് ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോറേജ് നിങ്ങൾക്ക് ഇതിലൂടെ ലാഭിക്കാനും സാധിക്കും. താഴെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഗൂഗിൾ പ്ലേ പ്രൊട്ടക്റ്റ് ഇൻ ഈസ് ഓൺ എന്ന ഒരു ഓപ്ഷൻ. അതായത് ഇത് നമ്മുടെ ഗൂഗിളുമായിട്ട് ബന്ധപ്പെട്ട ഗൂഗിളിൻ്റെ തന്നെ സ്വന്തം ഒരു ഫയൽ മാനേജറാണ്. ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമ്മുടെ മൊബൈലിൽ എന്തെങ്കിലും മാൽവെയറുകളോ വൈറസുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്.
ഇവിടെ താഴെ ഗോ ടു പ്ലേ പ്രൊട്ടക്റ്റ് എന്ന ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നേരെ ആ ഒരു പ്ലേ സ്റ്റോറിൽ നേരത്തെ ഞാൻ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഓപ്ഷൻ. അതായത് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും സ്കാൻ ചെയ്ത് അതിൽ മാൽവെയറുകളോ വൈറസുകളോ അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നിങ്ങൾക്ക് സുരക്ഷിതമായി ഉപയോഗിക്കാനും സാധിക്കും. വലതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു ഗിയർ ചിഹ്നത്തിൽ, സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നത്തിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ 2 ഓപ്ഷനും, അതായത് സ്കാൻ ആപ്സ് വിത്ത് പ്ലേ പ്രൊട്ടക്റ്റ് എന്നും ഇംപ്രൂവ് ഹാംഫുൾ ആപ്പ് ഡിറ്റക്ഷൻ എന്നുള്ള 2 ഓപ്ഷനും നിങ്ങളുടെ മൊബൈലിൽ ഓഫിലാണെങ്കിൽ നിങ്ങളത് ഓൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു ഓപ്ഷൻ, അതായത് ഓപ്പൺ ഗൂഗിൾ ഫോട്ടോസ് എന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും. അതായത് ബാക്കപ്പ് യുവർ ഫോട്ടോസ് ഓട്ടോമാറ്റിക്കലി, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മൊബൈലിൽ എടുക്കുന്ന ഫോട്ടോസുകൾ വീഡിയോസുകളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യണം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഓപ്പൺ ഗൂഗിൾ ഫോട്ടോസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടേൺ ഓൺ ബാക്കപ്പ് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ മെയിൽ ഐ ഡിയും ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഗൂഗിൾ ഫോട്ടോസിലേക്ക് നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കാം. അതായത് നിങ്ങളുടെ മൊബൈലിൽ നിന്നും ഇനി ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാലും ഈ ഒരു ബാക്കപ്പ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഫോട്ടോസുകൾ വീഡിയോസുകൾ ഗൂഗിൾ ഫോട്ടോസിൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. ആ ഒരു ഓപ്ഷനും കൂടി ഇതിലുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യേണ്ടതൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് ഇടതുവശത്ത് മുകളിൽ കാണുന്ന ഈ ഒരു 3 ലൈൻസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ബിൻ എന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത ആപ്ലിക്കേഷൻസുകളും, അതായത് ആപ്ലിക്കേഷൻസുകൾ, ഫോട്ടോസുകൾ, വീഡിയോസുകൾ, ഫയലുകളൊക്കെ ഈ ഒരു ബിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്നും നമ്മൾ റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്റ്റോറേജുകൾ വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങൾ ഓൾ ഐറ്റംസ് എന്ന ഭാഗത്ത് ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ എല്ലാം സെലക്റ്റഡ് ആവും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ നിന്ന് റീസ്റ്റോർ എന്ന താഴെ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും നിങ്ങൾക്ക് തിരിച്ചെടുക്കണം, അതായത് അബദ്ധവശാൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്തു പോയി എങ്കിൽ നിങ്ങൾക്കത് റീസ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ച് നിങ്ങളുടെ ഗാലറിയിലേക്ക് അത് വരുന്നതായിരിക്കും. എനിക്കിപ്പോൾ ഇതൊന്നും ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ എല്ലാം മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് എന്ന ഭാഗം കൊടുത്തിട്ട് ഇവിടെ ഡിലീറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ ഡിലീറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും 65 MB എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി SD കാർഡിൽ നിന്നാണ് ഡിലീറ്റ് ചെയ്തതെങ്കിൽ അതും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. SD കാർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും ഓൾ ഐറ്റംസ് സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ ഡിലീറ്റ് കൊടുക്കുകയാണ്. ഇങ്ങനെ ആകുമ്പോൾ മാത്രമേ പെർമനൻ്റ് ആയിട്ടും ഡിലേറ്റ് ആയിട്ട് നമുക്ക് നഷ്ടപ്പെട്ട MBകളൊക്കെ നമുക്ക് സ്റ്റോറേജുകളൊക്കെ തിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ യൂസ്ഫുള്ളാണ് ഈ ആപ്ലിക്കേഷൻ. ഫയൽസ് ബൈ ഗൂഗിൾ എന്ന ഈ ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.